ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടത്തിൽ നിന്നും ആരംഭിച്ച ഒരു സന്യാസിനി ജീവിതം. ഇപ്പോൾ കൂട്ടിന് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എഴുത്തുണ്ട്, അതുപോലെ സഭ അറിഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ബോധ്യങ്ങളിൽ ഒത്തിരി വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബോധ്യങ്ങളിലും ഒത്തിരി ഉൾക്കാഴ്ചകൾ വേറെ കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അത് ഒത്തിരി ബോധ്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം. കാരണം ഇപ്പം എൻ്റെ പ്രൊഫഷൻ 2020 ഇപ്പം ഒരു 6-7 വർഷമായി. ഇപ്പം എൻ്റെ ഫൈനൽ പ്രൊഫഷൻ ഈ വരുന്ന ജനുവരിയിൽ വരുന്നുള്ളൂ. ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് മടത്തി പോകുന്ന ആളാണ്. ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് മടത്തി പോരാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ബോധ്യങ്ങളോട് കൂടെ തന്നെയാണ് മടത്തി പോന്നിട്ടുള്ളത്. തികച്ചും ഇപ്പം ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ചിലർക്ക് ഇപ്പോഴും ചില വിചാരമുണ്ട്, നേർച്ച കോഴിയാണെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നതൊക്കെ കാണുമ്പോൾ ചിലർക്ക് വിചാരമുണ്ട്, നേർച്ച കോഴിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മടത്തിയ പോയത്, എന്തിനാണ് വെറുതെ മടത്തിയ പോയെന്നൊക്കെ അങ്ങനെ ഒരു ചോദ്യങ്ങൾ. അല്ലെങ്കിൽ വല്ല ഡിപ്രഷനായിട്ടാണോ മടത്തിയ പോയത്. അപ്പോൾ ചിലരുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ഉപേക്ഷിച്ച് എന്താ പറയുക, എല്ലാം അത് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് മടത്തിയ പോവാണ്. അങ്ങനെ ചിലർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സന്യാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ 19 വയസ്സുകാരിക്ക് അട്രാക്റ്റ് ചെയ്യാവുന്ന 19 വയസ്സുകാരനെ അട്രാക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പുറമെ കാണപ്പെടുന്ന ആ ഒരു അപ്പിയറൻസ്, ഒരാളുടെ അപ്പിയറൻസ്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഫിലിപ്പിനേരി സിസ്റ്റേഴ്സിന് നമുക്ക് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നടക്കുന്ന ഒരാളാണ്. ഒരു സന്തോഷമില്ലാണ്ട് ഇങ്ങനെ ആരോടും മിണ്ടാണ്ട്, അല്ലെങ്കിൽ ഒരു കരുണയും കാണിക്കാതെ, ഒരു ഇടപെടാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കോൺഗ്രിഗേഷനിൽ ചേരാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനോ നമുക്ക് തോന്നില്ല. എന്നെ എഫക്റ്റ് ചെയ്ത ഒത്തിരി ഫാക്ടേഴ്സിൽ ഒരെണ്ണമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിസ്റ്റേഴ്സ് ഇടപെടുന്ന രീതി, അവരുടെ ഒരു വിശുദ്ധമായിട്ടുള്ള ആനന്ദം, അതാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേക്ക് കൂടുതൽ പേരും അച്ഛന്മാരാകാനും സിസ്റ്റർമാരാകാനൊക്കെ പോകാറ്. പക്ഷെ ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ പോന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് മാത്രമല്ല, ഒത്തിരി ബോധ്യങ്ങൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് പോരുമ്പോഴാണെന്നെങ്കിലും മടത്തി പോരുമ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്കറിയാം, ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടും. എന്നോട് ചോദിച്ചു, വെറുതെ എന്നോട് പോകുന്ന സമയത്ത് പലരും ചോദിച്ചായിരുന്നു, വെറുതെ പോകണോ, എന്തിനാ വെറുതെ ഇങ്ങനെ പോകുന്നത്, ഇപ്പം നീ നടക്കുന്ന പോലെ നിങ്ങൾക്ക് മടത്തി പോയാൽ നടക്കാൻ പറ്റുമോ. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് വന്ന ചോദ്യം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് തമ്പുരാന് വേണ്ടി വേല ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും അതിനൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുക. ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ മഠത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ, ഇപ്പോൾ ഞാൻ ഈ കോൺഗ്രിഗേഷന് പുറത്തായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഇതുപോലെ ഇത്രയും വരെ എൻ്റെ ഈ പ്രായം വരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് കോൺഗ്രിഗേഷന് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഉണ്ടായ നന്മകൾക്കും എന്നിലൂടെ മറ്റുള്ളവർക്ക് ഉണ്ടായ നന്മകൾക്കും ഫിലിപ്പിനേരി കോൺഗ്രിഗേഷൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രചോദനങ്ങളും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വേറെയും ഒട്ടനവധി ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒത്തിരി യൂത്തിനെ സഹായിക്കാൻ പറ്റുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സപ്പോർട്ടായിട്ട് ഈ പ്രായത്തിൽ യൂത്തിൻ്റെ കൂടെ നിന്ന് അവരിലൊരാളായിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ട ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാനിപ്പം പിന്നെ കടുകുമണി മാഗസിനിൽ കുട്ടികൾക്ക് വേണ്ടി ചിത്രകഥ എഴുതുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം എഴുതി, ഈ വർഷം അടുത്തത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിലവിൽ ഒരു പാട്ട് എഴുതുന്നുണ്ട്, അതിന് കമ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒത്തിരി കാര്യങ്ങൾക്ക് തമ്പുരാൻ ഇപ്പം എനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്.
സിസ്റ്ററിന് ഇപ്പോൾ ഒത്തിരി കഴിവുകളുണ്ട്. അതൊക്കെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും എസ്പെഷ്യലി സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി സിസ്റ്റർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. ഏറ്റവും റീസെൻ്റായിട്ട് സിസ്റ്റർ പോസ്റ്റ് ചെയ്ത ഒരു ഡാൻസ് വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നതാണ്, 2 വള്ളത്തിൽ കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, സിസ്റ്ററായിട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതികളോട് അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളോട് ഉള്ള സിസ്റ്ററിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ്? എന്തായിരിക്കും അവരോട് പറയാനുള്ള ഒരു മറുപടി? ആ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 വെള്ളത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ള രീതി. അതിന് ഒരു റിപ്ലൈയും ഞാനതിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനത്തെ കമൻറ്റ് വരുന്നത് ഒത്തിരി എന്നെ ചിന്തിപ്പിക്കാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഡൗൺ ആവാറുണ്ട് കാണുമ്പം. പക്ഷേ പിന്നെ ഇപ്പം ചിലതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ചിലതിന് ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. എനിക്ക് സിസ്റ്റേഴ്സ് ആണെങ്കിൽ, അച്ഛന്മാരാണെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത് സന്യാസത്തിന് ചേരുന്നതല്ല എന്നൊക്കെ കൺസെപ്റ്റ് എന്നതൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ എനിക്ക് അത് അങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതോ ഒന്നും അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ആളുകൾക്ക് ഉതപ്പ് കൊടുക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനതിനെ തെറ്റായിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ അങ്ങനെ ഒരു സന്യാസം സ്വീകരിച്ച ഒരാൾ അങ്ങനെ ഒരു കാര്യം ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ആർക്കും ഒരു അവകാശമില്ല. പിന്നെ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ, അയാൾക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്ത് ഉദ്ദേശത്തിലാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അതിനെക്കുറിച്ച് ജഡ്ജ്മെൻ്റ് ഇറക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനോടൊരു പ്രതികരണം കൊടുക്കാനോ ഒന്നും മറ്റൊരാൾക്ക് അവകാശമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാവേണ്ട കാര്യമില്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആണ് എൻ്റെ ചിന്ത എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ദൈവവും പിന്നെ എൻ്റെ അധികാരികളും എൻ്റെ വശത്തുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. സിസ്റ്റർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ്, യുവാക്കളുടെ ഇടയിലാണ്. എങ്ങനെയാണ് അവരുടെ ഒരു പൾസ്? അത് സിസ്റ്ററിന് കൃത്യമായിട്ട് മനസ്സിലാവും, കാരണം സിസ്റ്റർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു അക്കാഡമിക് കോർഡിനേറ്ററാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറും കൂടെയാണ്. ഇപ്പോഴത്തെ യുവാക്കൾക്ക് ദൈവത്തോടുള്ള സമീപനം എങ്ങനെയാണ്? ഒരു 2 വർഷമായിട്ട് ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഡോൺ ബോസ്കോ കോൺഗ്രിഗേഷനിൽ ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ പ്ലസ് സൈക്കോളജിക്കൽ കൗൺസിലറായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ യൂത്ത് കൗൺസിലിങ്ങിൻ്റെ ഫീൽഡിൽ തന്നെയായിരുന്നു. ഞാൻ ഇപ്പം തുടർച്ചയായിട്ട് യൂത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് കണ്ടുവരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവണത എന്ന് പറയുമ്പം എല്ലാവരും നമുക്കറിയാം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മോഡലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് യുവാക്കൾ എന്നല്ല, നമ്മളെല്ലാവരും തന്നെ എല്ലാവരും. അപ്പോൾ പ്രാർത്ഥിക്കുക, ക്ഷമയോടുകൂടെ തമ്പുരാന് വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അതിൻ്റെ മഹത്വം എന്താണെന്നോ അല്ലെങ്കിൽ അത് തമ്പുരാൻ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതോ ഒന്നും നമുക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ അല്ല ഇന്നത്തെ കുട്ടികൾക്ക് തീർച്ചയായിട്ടുള്ളത്. അപ്പോൾ പണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പോലെ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പം അവരുടെ കൂടെ ആയിരിക്കുമ്പം അവരുടെ കൂടെ ഒരാളായിട്ട് നിന്ന് ഇപ്പം അവരുടെ കൂടെ ഡാൻസ് കളിച്ച് അവരുടെ കൂടെ പാട്ട് പാടി അങ്ങനെയൊക്കെ അവരിൽ ഒരാളായിട്ട് നിന്ന് അപ്പം അവർക്ക് നമ്മളോട് ഒരു പ്രതിപത്തി ഡെഫിനറ്റ്ലി തോന്നും. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. അങ്ങനെ അവരുടെ കൂടെ അവരിലൊരാളായിട്ട് ചേർന്ന് നിന്ന് മെല്ലെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ ഡയറക്റ്റ്ലായിട്ട് നീ പോയി ഇന്ന് പ്രാർത്ഥിക്കണം, 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും അതെന്താ എൻ്റെ ഗുണം എന്താ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ പ്രാർത്ഥന എന്താ അല്ലെങ്കിൽ ദൈവം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളില്ല. വളരെ റെയറായിട്ടുള്ള കുട്ടികൾ മാത്രമേ അപ്പോൾ അങ്ങനെ അതിനോട് ഒരു അഫിനിറ്റി കാണിക്കുന്നുള്ളൂ. അപ്പം ക്ഷമയോട് കൂടി അവരുടെ കൂടെ ആയിരിക്കുക, മെല്ലെ ദൈവം ആരാ എന്താ എന്നുള്ളത് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് പോസിബിളായിട്ടുള്ള മാർഗ്ഗങ്ങൾ.
ഇൻസ്റ്റഗ്രാമിലുള്ള ഡാൻസ് വീഡിയോസിലൊക്കെയും സിബ്ലിങ്സ് ആയിട്ടുള്ള അച്ഛനും ബ്രദറും അവർ രണ്ടുപേരും കൂടെയുള്ള ഒത്തിരി ഡാൻസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒത്തുകൂടുന്നത് എങ്ങനെയാണ്? മീൻസ് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഡാൻസിലും പാട്ടിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ? വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട്? അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യായിരുന്നു. എൻ്റെ സിബ്ലിങ്സിൻ്റെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ നൂറുന്നാവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും റിലീജിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ എല്ലാ ദിവസവും ഫോൺ വിളിക്കുക, മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും പറ്റാറില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കാറില്ല. ഞാൻ എൻ്റെ ഫീൽഡിൽ ബിസിയാണ്, അവരവരുടെ ഫീൽഡിൽ ബിസിയാണ്. ഒരാളിപ്പം ഓർഡിനേഷൻ അടുത്ത വർഷം ആവുന്നുള്ളൂ, താഴെയുള്ള അനിയൻ്റെ. മൂത്ത അനിയൻ സാഗർ ഡയസിസിലെ ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനാണിപ്പം ഇവിടെ. അപ്പം ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള കാരണം കൊണ്ട് പക്ഷേ ദിവസം ഫാമിലി ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ഒരു മെസ്സേജെങ്കിലും ഇട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ അവർ അവധിക്ക് വരുന്നൊരു സമയമുണ്ട്, അത് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയത്താണ് വരാറ്. അപ്പം ഞാനും ആ സമയത്തൊക്കെ തന്നെ കൂടുതലും എൻ്റെ അവധിക്കായിട്ട് പോകാറുള്ളത്. ഞങ്ങൾ തമ്മിൽ അപ്പം ഇവിടെ വന്നതിന് ശേഷം, സെലക്ഷൻസിൽ വർക്ക് ചെയ്യാൻ വന്നതിന് ശേഷം എനിക്ക് മുഴുവൻ അവധി എടുത്തെങ്കിൽ പോകാൻ പറ്റാറില്ല. എങ്കിൽ കൂടി 4-5 ദിവസത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി സംസാരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല മിക്കവാറും. പക്ഷേ അതിന് പകരമായിട്ട് ഈ റീൽസ് എടുക്കുക, ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അത് ഒത്തിരി എനർജി തരാറുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഒത്തിരി ഷെയറിങ് നടക്കുന്നില്ലെങ്കിൽ പോലും ആ പരസ്പരം ചിലപ്പോൾ ഒരു റീലൊക്കെ എടുക്കാൻ തുടങ്ങി ചിലപ്പോൾ ഞങ്ങൾ ഇച്ചിരി പെർഫെക്ഷൻ രസമുള്ള ആൾക്കാരായതുകൊണ്ട് ഒത്തിരി നേരം എടുക്കും റീലൊക്കെ ചെയ്തു തരാനായിട്ട്. അത് നല്ലൊരു വേദിയാണെന്ന് കണ്ടിട്ട് അപ്പോൾ അവരും പറയും, ചേച്ചി നമുക്ക് ഇത് നല്ലൊരു മീഡിയ ആണ്, നമുക്ക് ഒരു സാക്ഷ്യം കൊടുക്കാനായിട്ട് ഇത് നല്ലൊരു വേദിയാണ് അവർ പറയും. ആദ്യം എനിക്ക് മടിയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. റീസെൻ്റ്ലിയാണ് ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പോൾ അവരാണ് പറഞ്ഞത്, ചേച്ചി നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ റീൽസ് എടുക്കണം, നമുക്കത് പോസ്റ്റ് ചെയ്യണം, അത് ഒത്തിരി പേര് കാണണം, അത് കാരണം നല്ലൊരു സാക്ഷിയാണ് അവർ തന്നെ പറയും. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ഞങ്ങൾ 3 പേരും തമ്മിൽ ഇപ്പം ഇന്ന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചു, ഓരോ ദിവസം എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ ഷെയറിങ് കുറവാണ്. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഇങ്ങനെ പരസ്പരം ഒന്നിച്ച് കൂടുന്ന സമയങ്ങളിൽ ഇത്തിരി നേരം ഒന്നിച്ചാൽ സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. ഇപ്പോൾ ഡാൻസ് പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരു 2-3 സ്റ്റെപ്പൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് ഒന്നിച്ചിരുന്ന് പഠിക്കാനായിരിക്കാം. അത് ഭയങ്കര ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര ഒരു സപ്പോർട്ട് ഫീലിംഗ്, ഒരു സപ്പോർട്ട് സിസ്റ്റം ശരിക്കും പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ 3 പേരും റിലീജിയസ് ആയതുകൊണ്ട് തന്നെ അത് ഞാനുണ്ട്, അല്ലെങ്കിൽ ചേച്ചിക്ക് ഞാനുണ്ട്, അല്ലെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഞാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് പറയാതെ തന്നെ കൺവേ ചെയ്യുന്ന ഒരു ടൈമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം എൻ്റെ പേര് റിൻസി, മൂത്ത അനിയൻ നിക്സൺ, മറ്റനിയൻ ജാക്സൺ. അപ്പം ഞങ്ങളൊരു വാട്സപ്പിൽ RNJ ക്രിയേഷൻസ് എന്നിട്ട് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവധിക്ക് വരാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോ ലിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് തരും. ചേച്ചി നമുക്ക് ഈ പാട്ട് കേട്ടോ വരുമ്പോൾ ചെയ്യണം, പ്ലാൻ ചെയ്തിരുന്നോളാം പറയും. ചിലപ്പോൾ മമ്മിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് മമ്മിയായിരിക്കും. കാരണം ഇപ്പോൾ ലാസ്റ്റ് അവധിക്ക് ഞാൻ പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് നല്ല പനിയായിരുന്നു, അപ്പം ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാതായിരുന്നു. അപ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. മമ്മി ചോദിച്ചു, പ്രിൻസിപ്പൾ ഒന്നും ചെയ്യുന്നില്ലേ, സമയം വെറുതെ കളയരുത് കേട്ടോ, മമ്മി അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ 3 പേരും ചെയ്യും, മമ്മിയായിരിക്കും ക്യാമറാമാൻ. അപ്പോൾ മമ്മി ക്യാമറയുടെ പുറകിൽ നിൽക്കും, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ മമ്മിയായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് വരുന്ന സമയങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു സാക്ഷിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡാൻസും പാട്ടും എഴുത്തും വരയും ഒക്കെ ആയിട്ട് എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ. അപ്പോൾ വിശുദ്ധ കാർലോ അക്വിനാസിനെയൊക്കെ പോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? കാരണം പണ്ടത്തെ കാലത്ത് പോലെ ഒത്തിരി ലിമിറ്റേഷൻസ് ഇല്ല, ഒത്തിരി ഓപ്ഷനുകളുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു വിരസത ഉളവാക്കുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് എന്ത് മെസ്സേജാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത്?
ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനായിട്ട് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുമ്പം ഇപ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഊന്നി പറയുന്നൊരു കാര്യമാണ് എപ്പോഴും ആനന്ദമുള്ളവരായിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, എപ്പോഴും ആനന്ദമുള്ളവരായിരിക്കുക. അതിന് പക്ഷേ ഈ ആനന്ദം സന്തോഷം തമ്മിൽ വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് കുട്ടികളെ നോക്കുവാണെങ്കിൽ പലരും അവരുടെ ഒരു കംഫർട്ട് സോണിലാണ്. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് അവരവരുടെ ഫീലിങ്സ് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തേടി പോകുന്ന ഒരു പ്രവണതയാണ് നമുക്കാണെങ്കിലും ഇന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പൾസീവായിട്ട് ഓക്കെ എനിക്കിപ്പം ആ ഒരു നോ ഇന്നിപ്പോൾ എന്താ ആ ഒരു ഫീലിംഗ്, അതിനപ്പുറത്തേക്ക് നാളെ എന്താന്നുള്ളൊരു തോട്ട് കുട്ടികൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ ആയിട്ട് ആർക്കും സമയമില്ല. പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ആർക്കും സമയമില്ല. അപ്പോൾ പലർക്കും പലതാണ് അവരുടെ മോട്ടിവേഷൻ. പക്ഷേ അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളൊരു തോട്ട് അവർക്കില്ല. ബേസിക്കലി ഇപ്പം ഞാൻ ആരാണ്, അല്ലെങ്കിൽ അതിപ്പോൾ 18 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഒരു 17 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഞാൻ ആരാണെന്ന് ചിന്തിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു കൗമാരം, ഒരു ടീനേജ് തൊട്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആരാ എന്താ എന്ന് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ചിന്തിക്കാൻ ആ ഒരു ശാന്തതയിലേക്ക് കുട്ടികൾക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ കാമായിട്ടൊന്നും ഇരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണതയോ പിള്ളേർക്കുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ശീലിപ്പിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് സ്വയം ചിന്തിക്കാനായിട്ട് പറ്റുന്ന അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കൊച്ചിലെ തൊട്ട് അവരെ സഹായിക്കാൻ പറ്റണം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു റിയലായിട്ടുള്ള ജോയ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ഒരു ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനും ഒരു ബെസ്റ്റ് വെർഷൻ എന്നുള്ള പോലെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കാതെ എനിക്കിപ്പോൾ അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ തോന്നുന്ന ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാവില്ല, റിയലായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല. നമുക്ക് റിയലായിട്ടുള്ള ആനന്ദം കണ്ടെത്താൻ പറ്റില്ല. അതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് എല്ലാ യങ്സ്റ്റേഴ്സിനോടും ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നൊരു മെസ്സേജും. റിയൽ ജോയ് അത് കണ്ടെത്തണം. ദൈവം സകല കഴിവുകളും കൊണ്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള സിസ്റ്റർ ഇനിയും ആടിയും പാടിയും എഴുതിയും ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആനന്ദം ഒത്തിരി പേരിലേക്ക് കൊടുക്കാനായിട്ട് സിസ്റ്ററിന് സാധിക്കട്ടെ. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാവട്ടെ. ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ ഒത്തിരി പേരുടെ ജീവിതങ്ങളെ തൊടാനും സിസ്റ്ററിന് സാധിക്കട്ടെ. ഇപ്പോഴും സാധിക്കുന്നുണ്ട്. കുറേ കൂടെ മനോഹരമായിട്ട് കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം സിസ്റ്ററിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം എനിക്ക് തന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ഗുഡ്നസ് ടിവിയോടും അതുപോലെ തന്നെ ആൻമരിയോടും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.